Today we are going to discuss synonyms. Words that have similar meanings are called synonyms. എന്താ ഇപ്പൊ പറഞ്ഞത്? ചെറിയ കാര്യമാണ്. Words that have similar meanings are called synonyms. ഒരേ അർത്ഥം വരുന്ന പദങ്ങളെ നമ്മൾ എന്ത് പറയും? Synonyms എന്ന് പറയും. എക്സാമ്പിൾ പറഞ്ഞത് ഇവിടെ ഡ്യൂട്ടി ആണ് അല്ലേ? Duty and responsibility have similar meanings, so that they are synonyms. Another example is joy. The synonym of joy is happiness or pleasure. Pleasure ആയാലും ഒരേ മീനിങ് തന്നെയല്ലേ? സന്തോഷം എന്ന് തന്നെയല്ലേ മീനിങ്? അപ്പൊ pleasure, joy, happiness ഒരേ മീനിങ് വരുന്ന വേർഡ്സിനെ നമ്മൾ എന്ത് പറയും? സിനോണിംസ് എന്ന് പറയും. മനസ്സിലായോ ഇത്രയും കാര്യം? മനസ്സിലായില്ല? മുഹമ്മദ് ഫവാസിന് മനസ്സിലായില്ല? മനസ്സിലായോ? മനസ്സിലായോ മോനെ? പറയും മോനെ, മനസ്സിലായില്ല. ഓക്കെ, എന്താ മനസ്സിലാവാത്തത്? മോനെ മിസ് അൺമ്യൂട്ട് ചെയ്യാം. ഒരേ മീനിങ്ങും ചില ഇംഗ്ലീഷ് വേർഡ്സിന് എന്ത് ചെയ്യും? ചില ഇംഗ്ലീഷ് വേർഡ്സിന് ഒരേ മീനിങ് ഉണ്ടാവും. മലയാളത്തിൽ വരുന്ന സമയത്ത് ഒരേ മീനിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരേ മീനിങ് വരുന്ന കുറെ ഇംഗ്ലീഷ് വേർഡ്സ് ഉണ്ടാകും. അത് നമ്മൾ എന്താ പറയാ? സിനോണിംസ് എന്ന് പറയാം. അതായത് ഇപ്പൊ ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷാണ് അല്ലെ ഫവാസെ? ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താണ്? സന്തോഷാണ്. പ്ലഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സന്തോഷം എന്ന് തന്നെയല്ലേ മീനിങ്? ജോയ് എന്ന് പറഞ്ഞാലും സന്തോഷം എന്ന് തന്നെയല്ലേ മീനിങ്? അപ്പൊ ഈ വേർഡ്സിന് നമ്മൾ പറയാ സിനോണിംസ് എന്നാണ്. സിനോണിംസ് എന്നാണ് പറയാ. മനസ്സിലായോ? അതുപോലെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സെയിം മീനിങ് തന്നെ വേണമെന്നില്ല, ഏകദേശം റിലേറ്റഡ് മീനിങ് ആയാലും നമ്മൾ എന്താ പറയാ? സിനോണിംസ് എന്ന് തന്നെയാണ് പറയാ. അപ്പൊ ഡ്യൂട്ടി, ഫോർ എക്സാമ്പിൾ ഡ്യൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ചുമതല, ഉത്തരവാദിത്വം എന്നൊക്കെയാണ് അർത്ഥം. റെസ്പോൺസിബിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതേ മീനിങ് തന്നെയാണ്. അപ്പൊ ഡ്യൂട്ടിന്റെ സിനോണിം എന്താണ്? റെസ്പോൺസിബിലിറ്റി ആണ്. കൂടുതൽ എക്സാമ്പിൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ശ്രദ്ധിക്കാം. സർക്കിൾ ദ സിനോണിംസ് ഓഫ് ദ വേർഡ്സ് ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഇവിടെ കണ്ടോ നിങ്ങള്? 7th പേജില് ഫസ്റ്റ് വർക്കാണ് സി, സെക്ഷൻ സിയിലാണ്. സർക്കിൾ ദ സിനോണിംസ് ഓഫ് ദ വേർഡ്സ് ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സിനോണിംസ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സർക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, ആർ യു റെഡി? Okay, all of you take your textbook. First one, award. Awardന്റെ സിനോണിം ഏതാണെന്ന് നിങ്ങൾ പറയണേ. ഓപ്ഷൻസ് മിസ് വായിക്കാം. ഫസ്റ്റ് വൺ, പ്രൈസ്, ബുക്ക്, ചോക്ലേറ്റ്. ഇതിലേതാ? Who can say the answer? അവാർഡിന്റെ സിനോണിം ഏതാ? അവാർഡ് എന്ന് മീനിങ് വരുന്ന വേർഡ് ഏതാ ഇതില്? പ്രൈസ് ആണോ, ബുക്ക് ആണോ, ചോക്ലേറ്റ് ആണോ? ഏതാണ്? അവിടുന്ന് പറഞ്ഞാൽ മതി, അൺമ്യൂട്ട് ചെയ്യണ്ട, മിസ്സിന് കാണാം. മുഹമ്മദ് ആരാണ്? കാണുന്നില്ലല്ലോ മോനെ. മുഹമ്മദ് സാഹിൽ ഷിഹബ മോനെ കാണുന്നില്ലല്ലോ, താഴേക്ക് ഇരുന്നേ. ഓക്കെ, എന്താ തോന്നുന്നത്? പ്രൈസ് ആണോ, ബുക്കാണോ, ചോക്ലേറ്റ് ആണോ? പ്രൈസ് ആണല്ലേ. നമ്മള് അവാർഡ് കിട്ടിയെന്നും പറയും, പ്രൈസ് കിട്ടിയെന്നും പറയും അല്ലേ? രണ്ട് രീതിയിലും പറയാറില്ലേ? സോ പ്രൈസിന് സർക്കിൾ ചെയ്തോ. പ്രൈസ് സർക്കിൾ ചെയ്തേ, ഒരു വട്ടം വരച്ചു വെച്ചതിന്. ഓക്കെ, നെക്സ്റ്റ് വൺ, ലിറ്റിൽ. ലിറ്റിൽ എന്ന് വെച്ചാൽ എന്താ? ചെറുതാണ് അല്ലേ? ഓക്കെ, തിൻ ആണോ, ക്ലോസ് ആണോ, ടൈനി ആണോ? ഏതാണ്? ലിറ്റിൽ. ദ സിനോണിം ഓഫ് ലിറ്റിൽ ഈസ് tiny. Tiny, tiny. എഴുതണ്ട, വരച്ചാൽ മതി, സർക്കിൾ ചെയ്താൽ മതി. ചെയ്തോ? ഫസ്റ്റ് വൺ, the synonym of award is prize. Second one, the synonym of little is tiny. The synonym of little is tiny. Third one, sad. sad എന്ന് വെച്ചാൽ എന്താ? സങ്കടാണല്ലേ? sad. The synonym of sad is sleepy ആണോ, witty ആണോ, unhappy ആണോ? Who can say the answer? നിങ്ങൾ അവിടുന്ന് പറഞ്ഞ, മിസ്സിന് കാണാം. എല്ലാവരും പറയണം. അലൻ മാത്യു പറഞ്ഞേ. സ്ലീപ്പി ആണോ, വിറ്റി ആണോ, അൺഹാപ്പി ആണോ? അൺഹാപ്പി ആണല്ലേ. സോ സർക്കിൾ അൺഹാപ്പി. The synonym of sad is unhappy. The synonym of sad is unhappy.
Next, fourth one, shout. Shout. Shout എന്ന് വെച്ചാൽ എന്താ? Shout. What do you mean by shout? പറഞ്ഞ ഷൗട്ട് പറഞ്ഞ എന്താ? അവൻ എന്നോട് ഷൗട്ട് ചെയ്തു അല്ലെ? സാർ എന്നോട് ഷൗട്ട് ചെയ്തു, ടീച്ചർ എന്നോട് ഷൗട്ട് ചെയ്തു എന്ന് പറയാറില്ലേ? എന്താ ഷൗട്ട് ചെയ്യാന്ന് വെച്ചാല്? ഒച്ചത്തിൽ പറയുന്നതിനാണ് നമ്മൾ പറയാം അല്ലെ ഷൗട്ട് ചെയ്തു എന്ന് അല്ലേ? അതിന്റെ സിനോണിമിന്റെ ഇവിടെ ഏതാ? സിംഗ് ആണോ, വിസ്പർ ആണോ, യെൽ ആണോ? ഏതാ? സിംഗ് എന്ന് വെച്ചാൽ പാടുക, വിസ്പർ എന്ന് വെച്ച് കഴിഞ്ഞാല് പതിയെ സംസാരിക്കുക, യെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെയിം മീനിങ് ആണ് ഷൗട്ടിന്റെ. ഒച്ചത്ത് പറയാ, അലറുക എന്നാണ് മീനിങ്. അപ്പൊ ഏതാ ഇതിന്റെ സിനോണിം? യെൽ ആണല്ലേ? The synonym of shout is yell. The synonym of shout is yell. Last one ആണ്, സർക്കിൾ ചെയ്യാ. ഒന്നുകൂടി മിസ് പറഞ്ഞുതരാ, ചെയ്തോ? ലാസ്റ്റ് വൺ, ടീച്ചർ. ടീച്ചർ. ടീച്ചറിന്റെ സിനോണിം സ്റ്റുഡന്റ് ആണോ, ഗൈഡ് ആണോ, ഫ്രണ്ട് ആണോ? ഏതാ? സ്റ്റുഡന്റ് ആണോ ഹസ്ന? അതെങ്ങനെയാ? സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാലും ടീച്ചർ എന്ന് പറഞ്ഞാലും ഒന്നാ? ഒരേ മീനിങ് ആണോ? എന്താണ്? സെയിം മീനിങ് തന്നെ വരുന്നില്ല അല്ലെ? റിലേറ്റഡ് മീനിങ് മതി. അപ്പോ the synonym of teacher is guide. Guide. G-U-I-D-E. Guide. The synonym of teacher is guide. G-U-I-D-E. Guide. Guide എന്ന് വെച്ചാൽ എന്താ? What do you mean by guide? നമ്മൾ നേരെ നടത്തുന്ന ആളാണ് അല്ലെ? മാർഗദർശിയാണ് ഗൈഡ്. The synonym of award is prize. First one. The second one, the synonym of letter is tiny. എഴുതാത്ത മക്കൾ എഴുതണേ. Third one, the synonym of sad is unhappy. Fourth one, synonym of shout is yell. And fifth one, synonym of teacher is guide. Synonym of teacher is guide. Did you finish? കഴിഞ്ഞവർ എത്ര പേരുണ്ട്? Give me a thumb. If you finished, give me a thumb. Okay then. Next one. Write the opposites of these words. Write the opposites of these words. Opposite പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, വിപരീതമാണ് അല്ലേ? Okay. Write the opposites of these words. നമ്മൾ ഇപ്പൊ എന്ത് ചെയ്തു? സെയിം മീനിങ് വരുന്നത് എഴുതി. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. അതായത് വിപരീത പദമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. വിപരീത പദം എന്ന് വെച്ചാൽ എന്താ? എന്താണ്? എക്സാമ്പിൾ പറയാം അല്ലെ? What is the opposite word of old? Which is the opposite word of old? Old in the opposite word ഏതാ? Old. O-L-D. Old. Which is the opposite word of old? ആർക്ക് പറയാൻ പറ്റും? ഓക്കെ, അലൻ മാത്യു എന്ന് പറയാനാകുവേ. മിസ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് തരാം. പറഞ്ഞു. യങ്. ഓക്കെ, then വേറെ എന്ത് പറയാൻ പറ്റും? വേറെ ആർക്ക് പറയാൻ പറ്റും? ഓക്കെ, യങ് തന്നെ എടുക്കാം അല്ലെ? ന്യൂ വേണമെങ്കിൽ പറയാം. നമുക്ക് യങ് തന്നെ എടുക്കാം. അല്ലെങ്കിൽ നമ്മളുടെ യങ് അല്ലേ പറഞ്ഞത്? അപ്പൊ യങ് എടുക്കാം. അപ്പൊ എഴുതുക അവിടെ. ഫസ്റ്റ് വൺ ഓൾഡിന്റെ നേരെ എഴുതുക ന്യൂ. റൈറ്റ് ദ ഓപ്പോസിറ്റ്സ് ഓഫ് ദിസ് വേർഡ്. കണ്ടോ നിങ്ങള്? റൈറ്റ് ദ ഓപ്പോസിറ്റ്സ് ഓഫ് ദിസ് വേർഡ്. വേർഡ്സ്. വേർഡ്സിന്റെ ഓപ്പോസിറ്റ് വേർഡ്സ് എഴുതുക. ഫസ്റ്റ് വൺ ഓൾഡ്. ദ ഓപ്പോസിറ്റ് ഓഫ് ഓൾഡ് ഈസ് യങ്. യങ്. ഓൾഡ് എന്ന് വെച്ചാൽ എന്താ? വയസ്സായതാണ് അല്ലെ? ഇനി യങ് എന്ന് വെച്ചാലോ? ചെറുപ്പാണ്. യങ്. ഓക്കെ, സ്പെല്ലിംഗ് അറിയോ യങ്ങിന്റെ?
Y-O-U-N-G, young. Y, spelling എഴുതണേ, നോക്കി എഴുതണേ. Y-O-U-N-G, young. എഴുതിയോ? young. സഫ, are you there? വീഡിയോ ഓൺ ആക്കിയ മോളെ. സഫക്കുട്ടി, വീഡിയോ ഓൺ ആക്കിയേ. Then second one, boy. ബോയിന്റെ ഓപ്പോസിറ്റ് എന്താ? ബോയിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? ഗേൾ. ഗേൾ. ബോയിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഗേൾ. ആ എഴുത് ഗേൾ. ഗേളിന്റെ സ്പെല്ലിംഗ് അറിയില്ല എല്ലാവർക്കും. G-I-R-L, ഗേൾ. G-I-R-L, ഗേൾ. The opposite of boy is girl. Juliet എഴുതിയതാണ് മോളെ. Okay, the opposite of boy is girl. G-I-R-L. Next one, third one, good. Good. Good എന്ന് വെച്ചാൽ എന്താ? നല്ലതാണ് അല്ലേ? Next, goodന്റെ opposite എന്താ? Who can say the answer? Okay, റിലു മിസ് കേട്ടു. ബാഡ് ആണല്ലേ? B-A-D, bad. ഷഹുമ കിടന്ന മിസ് വരും വീട്ടിലേക്ക് കേട്ടാ. വടിയും കൊണ്ട് തന്നെ വരും. നല്ല മോളായിട്ട് എഴുതിയേ. ഗുഡിന്റെ ഓപ്പോസിറ്റ് എന്താണ്? The opposite word of good is bad. B-A-D, bad. ജൊഹാന, വീഡിയോ ഓൺ ആക്കാമോ? മൂന്നെണ്ണം കംപ്ലീറ്റ് ചെയ്യല്ലേ? ഫസ്റ്റ് വൺ, the opposite word of old is young. Second one, the opposite word of boy is girl. Third one, the opposite word of good is bad. Fourth one, the opposite word of right is right. Right എന്ന് വെച്ചാൽ എന്താ? ശരിയാണല്ലേ? Then opposite word of right is, ശരിന്റെ ഓപ്പോസിറ്റ് അത് തെറ്റല്ലേ? തെറ്റിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? Wrong. Very good. The opposite word of right is wrong. W-R-O-N-G, wrong. W-R-O-N-G, wrong. Okay, next one, hot. Hot. Hot എന്ന് വെച്ചാൽ എന്താ? ചൂടാണല്ലേ? Hot. അപ്പൊ ചൂടിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? തണുപ്പല്ലേ? ആ തണുപ്പിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? വേഗം പറ. Cold, Nihara. Very good. Cold. C-O-L-D, cold. The opposite word of hot is cold. C-O-L-D, cold. Next, last one, happy. Happy ന്റെ synonym നമ്മൾ നേരത്തെ പറഞ്ഞ joy, pleasure നോക്കി അല്ലേ? The opposite word of happy is, പറഞ്ഞേ. നമ്മൾ നേരത്തെ പറഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ? അൺഹാപ്പിന്റെ synonym ആയിട്ട് പറഞ്ഞത് എന്താ? sad. Sad. S-A-D, sad. First one, the opposite word of, സെലിനൊക്കെ നിങ്ങൾ പറയാനുണ്ടോ മോളെ? The opposite word of old is young. Second one, the opposite word of boy is girl. Third one, the opposite word of good is bad. Fourth one, the opposite word of right is wrong. Fifth one, the opposite word of hot is cold. And sixth one, the opposite word of happy is sad. Okay, let us learn grammar. Next section kando ningal? Kando makkale? 7th page next section, let us learn grammar. Grammar പഠിക്കാൻ പോവാണ് നമ്മൾ. നമ്മൾ ലാസ്റ്റ് ഇയറിലും ഗ്രാമർ പഠിച്ചില്ലേ? കുറച്ച് ചെറിയ ഗ്രാമർ പഠിച്ചില്ലേ എന്റെ മക്കള്?
അതുപോലെ തന്നെ ഗ്രാമർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് സെന്റൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് സെന്റൻസ്. വാട്ട് യു മീൻ ബൈ എ സെന്റൻസ്? എന്താണ് സെന്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല്? ലാസ്റ്റ് ഇയറിൽ ഞാൻ ഒരു സെന്റൻസ് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആവണി ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. ആവണി ഞെട്ടി. ആവണി ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. ഇതെന്താണ്? ഒരു സെന്റൻസ് ആണ് അല്ലെ? ആവണി ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. എന്താണ് ആസിയ? എന്താ സഫ? എന്തെങ്കിലും പറയാനുണ്ടോ മോക്ക്? പറയാനുണ്ടെങ്കിൽ കൈ കാണിക്കാം. പറഞ്ഞ മോളെ. മിസ് പറയുന്ന ആൻസർ പറഞ്ഞായിരുന്നു, പക്ഷെ മിസ് നോക്കിയിട്ടില്ല. മിസ് കണ്ടിട്ടുണ്ടാകൂല, കൊറേ ആളില്ലേ സ്ക്രീനിൽ കാണുമ്പോ. മിസ്സിന് അറിയാലോ, സഫക്ക് അറിയാന്ന്. ഓപ്പോസിറ്റിന്റെ മോള് പറയുന്നത് മിസ്സിന് കാണാം അവിടുന്ന്, കേട്ടാ? മോൾക്ക് അറിയില്ല, അതുകൊണ്ടല്ലേ മോളെ പേര് വിളിച്ചോണ്ടിരിക്കുന്നത് കേട്ടാ. ഓൾഡിന് ന്യൂ എഴുതിയാ മതിയോന്നാ? എഴുതിയാലും കുഴപ്പമില്ല, ശരി തന്നെയാണ്. ആയില്ലേ? മിസ് അടുത്തത് പറഞ്ഞോട്ടെ. മക്കളുടെ എല്ലാവരുടെയും പേര് മിസ് വിളിക്കാത്ത നമുക്ക് ടൈം ലിമിറ്റ് ഇല്ലേ? 40 മിനിറ്റ്സ് അല്ലേ ഉള്ളൂ അല്ലേ? അപ്പൊ മിസ്സിന് ചില സമയത്ത് എല്ലാവരുടെയും പേര് വിളിക്കാൻ പറ്റിയെന്ന് വരൂല. കേട്ടല്ലോ? പെട്ടെന്ന് കാണുന്ന കുട്ടികളുടെ പെട്ടെന്ന് ഞാൻ പറയുന്ന സമയത്ത് ഏത് കുട്ടീനെ കാണുന്ന ആ കുട്ടിയുടെ പേരാണ് മിസ് വിളിക്കുന്നത്. അതിന് ആർക്ക് സങ്കടം വേണ്ട കേട്ടാ, എല്ലാരും മിസ് കാണുന്നുണ്ടേ. ഓക്കെ, ലെറ്റ് us learn grammar. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ, ഇപ്പൊ ആവണിന്റെ പേരാ പറഞ്ഞത്. ആവണി ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. ആവണി ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ, അതെന്താണ്? ഒരു സെന്റൻസ് അല്ലേ? അല്ലേ? ആവണി ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. ഇവിടെ നോക്കുക ഡെഫിനിഷൻ. A sentence is a group of words that make complete sense. A sentence is a group of words that make complete sense. Underline ചെയ്ത എല്ലാവരും. Underline that sentence. A sentence is a group of words that make complete sense. Underline ചെയ്തു എല്ലാവരും. ഇനി എന്താണ് അതിന്റെ മീനിങ്? ടോഷൻ കുറച്ച് പുറകോട്ടിരുന്ന മോനെ, സ്ക്രീനിന്റെ അടുത്തേക്ക് വരല്ലേ. A sentence is a group of words. Sentence പറഞ്ഞാൽ എന്താണ്? സെന്റൻസ് എന്ത് കാണാൻ പറ്റും? ആവണി ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. അതിലെന്തുണ്ട്? എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ട് അല്ലെ? വേർഡ്സ്, ഒരുപാട് വേർഡ്സ് ഇല്ലേ ഇതില്? ആവണി ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറയുന്ന സെന്റൻസില് ഒരുപാട് വേർഡ്സ് കാണാൻ പറ്റും. അപ്പൊ അതെന്താ? എ സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണെന്ന് മനസ്സിലായില്ലേ? സെന്റൻസിൽ എന്തുണ്ട്? ഒരു കൂട്ടം വേർഡ്സ് ഉണ്ട്, മനസ്സിലാവുന്നില്ലേ? ആവണി ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. ഗേൾ ഉണ്ട്, ബ്യൂട്ടിഫുൾ ഉണ്ട്, ആവണി ഉണ്ട് അല്ലെ? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് that make complete sense. ഇനി നോക്കുക, ആവണി ഈസ് എ ഗേൾ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീനിങ് കിട്ടുവോ? ആ സെന്റൻസിന് മീനിങ് കിട്ടുവോ? ആവണി ഈസ് എ ഗേൾ ബ്യൂട്ടിഫുൾ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവോ അതിൽ നിന്നില്ലല്ലോ? പക്ഷെ ആവണി ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മീനിങ് കിട്ടുന്നില്ലേ? ആവണി സുന്ദരിയാണെന്ന് മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക് ആ സെന്റൻസ് നിന്ന്? ഇല്ലേ? മറ്റേ ആദ്യം പറഞ്ഞ പോലെ ആവണി ഈസ് എ ഗേൾ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ലല്ലോ. അപ്പൊ എന്ത് വേണം? ഒരു സെന്റൻസ് എന്ത് വേണം? എങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിരിക്കണം? നമുക്ക് അല്ലെ, കേൾക്കുന്നവർക്ക് അല്ലെ കാണുന്നവർക്ക് ഒരു കംപ്ലീറ്റ് സെൻസ് തരുന്ന, അതായത് കംപ്ലീറ്റ് മീനിങ് കിട്ടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് നമ്മൾ എന്ത് പറയാ? സെന്റൻസ് എന്ന് പറയാം. മനസ്സിലായോ? ഒരു കൂട്ടം വേർഡ്സ് മാത്രം പോരാ, അത് എന്തുകൂടി വേണം? നമുക്ക് കൃത്യമായ ഒരു മീനിങ് നമ്മളിലേക്ക് എത്തിക്കും കൂടി വേണം അല്ലെ ഒരു സെന്റൻസ്. മനസ്സിലായില്ലേ മിസ്? ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ സമയത്ത് ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എ ജിറാഫ് ഈസ് എ ടോൾ ആനിമൽ. എ ജിറാഫ് ഈസ് എ ടോൾ ആനിമൽ. എ ജിറാഫ് ഈസ് എ ആനിമൽ ടോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുമോ? മനസ്സിലാവുമോ? ഇല്ല. പക്ഷെ എ ജിറാഫ് ഈസ് എ ടോൾ ആനിമൽ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു മീനിങ് കിട്ടുന്നില്ലേ? ഓക്കെ, അപ്പൊ അതാണ് ആ ഡെഫിനിഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. A sentence is a group of words that make complete sense. Complete ആയിട്ട് നമുക്കൊരു മീനിങ് തരുന്നുണ്ട് ഒരു സെന്റൻസ് അല്ലേ? അത് ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത് നോക്കാം.
A sentence always begins with a capital letter. അതെല്ലാവർക്കും അറിയാലോ. ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും അല്ലേ? എല്ലാ സെന്റൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റൽ ലെറ്ററിൽ വെച്ചിട്ടല്ലേ? ആവണി ഈസി എന്ന് പറയുമ്പോ ആവണിന്റെ എ എന്തായിരിക്കും? ക്യാപിറ്റൽ ആയിരിക്കും. A giraffe is a tall animal എന്നുള്ള സെന്റൻസിൽ എ എന്തായിരിക്കും? ക്യാപിറ്റൽ ആയിരിക്കും. മനസ്സിലായില്ലേ? ഓക്കെ. A sentence always begins with a capital letter. ഒരു സെന്റൻസ് എപ്പോഴും ബിഗിൻ ചെയ്യുന്നത് തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. അതുപോലെ തന്നെ and ends with a full stop. And ends with a full stop. അതുപോലെ തന്നെ അവസാനിക്കുന്നത് എങ്ങനെയായിരിക്കും ഒരു സെന്റൻസ്? A giraffe is a tall animal കഴിഞ്ഞിട്ട് എന്തുണ്ട്? ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് അല്ലെ? ഫുൾ സ്റ്റോപ്പ് വെച്ചാൽ ഒരു കുത്തുണ്ട് അല്ലെ? A giraffe is a tall animal എന്ന് പറഞ്ഞതിന് ശേഷം ഒരു ഫുൾ സ്റ്റോപ്പ് കാണാൻ പറ്റുന്നില്ലേ? Okay, a sentence always begins with a capital letter and ends with a full stop. തുടങ്ങുന്ന ഒരു ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും, അവസാനിക്കുന്ന ഒരു ഫുൾ സ്റ്റോപ്പിലായിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ സെന്റൻസ് എഴുതുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണം, ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുകയും വേണം. എയിംസ് റോഡ്സിന് മനസ്സിലായില്ല അല്ലേ? ക്ലിയർ ആവുന്നില്ലേ? മോക്ക് മനസ്സിലാവുന്നില്ല എന്നാണോ ക്ലിയർ ആവുന്നില്ല എന്നാണോ പറയുന്നത്? ക്ലിയർ ഇല്ലാത്തോണ്ടാണ് അല്ലേ? മോക്ക് എന്തോ ഒരു റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ട്. മിസ്സിനെ വിളിച്ചാൽ മതി. ക്ലാസ് കഴിയുമ്പോ മിസ്സിനെ ഒന്ന് വിളിക്കേട്ടാ. മോള് പറയുന്നത് നമ്മൾക്കും ക്ലിയർ ആവുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഈ ക്ലാസ് കഴിഞ്ഞ പാടെ മിസ്സിനെ ഒന്ന് വിളിക്കണേ. മിസ്സിന്റെ വാട്സ്ആപ്പ് നമ്പറിലല്ല, പേഴ്സണൽ നമ്പറിലാണ്. നമ്പർ ഒന്ന് പറയട്ടെ മിസ്. എല്ലാവർക്കും വേണമെങ്കിൽ എഴുതി വെക്കണേ. 845. ഒന്നുകൂടി പറയാം. 7025155845. 70 25 155 845. ആണോ? കിട്ടിയില്ലേ? നോക്കാം. A sentence always begins with a capital letter and ends with a full stop. അത്രയും കാര്യം മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ജനറൽ ആയിട്ട് അറിയുന്ന കാര്യമാണത്. Okay then. A question mark or an exclamation mark. Okay. നോക്ക്, ഒന്നുകൂടി നോക്കാം. A sentence always begins with a capital letter. തുടങ്ങുന്നത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. and ends with a full stop. ഒന്നുകിൽ ഫുൾ സ്റ്റോപ്പിലായിരിക്കാം എൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കിലായിരിക്കാം അല്ലേ? ചില സമയത്ത് ഫുൾ സ്റ്റോപ്പിലായിരിക്കാം, ചില സമയത്ത് ക്വസ്റ്റ്യൻ മാർക്കിലായിരിക്കാം. ഓർ ആൻ എക്സ്ക്ലമേഷൻ മാർക്ക്. എക്സ്ക്ലമേഷൻ മാർക്ക് എന്താണ്? നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്, വേഗം ശ്രദ്ധിക്കണേ. ഇതാണ് എക്സ്ക്ലമേഷൻ മാർക്ക്. ഡീറ്റെയിൽ ആയിട്ട് മിസ് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. A sentence must have a verb. സെന്റൻസിൽ എന്തുണ്ടാകും? ഒരു വെർബ് നിർബന്ധമായിട്ടും ഉണ്ടാകും. എക്സാമ്പിൾ, who closed the door. ഓക്കെ, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ധൃതി പഠിച്ചെടുത്താലും നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല. ഓക്കെ, shall we wind up ചെയ്താലോ? Bye. See you in the next class.